ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലെണ്ണ തേച്ച് ദോശ ചുടുന്ന രംഗമാണ്. കാരണം നല്ലെണ്ണ തേച്ച് ദോശ ചുടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുട്ടയൊന്നും വേണ്ട, ദോശ ചുടാം. എളുപ്പമാണ് കേട്ടാ. ഞാൻ ഒന്ന് കാട്ടിത്തരാമേ. ഇത് ചെയ്തു നോക്കണമേ, എന്നാലേ അറിയാവൂ ഞാൻ പറയുന്നത് കള്ളമാണോ എന്നുള്ളത്. നോക്കിക്കോണേ. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, നമുക്കിങ്ങനെ ഒന്നാക്കിയാൽ മതി. നല്ലെണ്ണയ്ക്ക് പെട്ടെന്ന് ദോശ ഇളവും. കണ്ടല്ല, ഇത് നോക്കണേ. ഉറപ്പായും ദോശ ചുടാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. ആ ഒരു കണ്ടീഷൻ കണ്ടു നോക്കുക. വെച്ചെടുക്കണമെന്ന് നോക്കിക്കണ്ട, നിങ്ങൾക്ക് അതുപോലെ വയ്ക്കാൻ കഴിയും. കാരണം നമ്മൾ വെളിച്ചെണ്ണയും സൺഫ്ലവറും വീത്തി ചെയ്യുന്നത് നമുക്ക് ഒരുപാട് പാടാണെങ്കിലും മുട്ട ശരിക്ക് വയ്ക്കണം. അപ്പം അതിനേക്കാളൊക്കെ നല്ലത് നല്ലെണ്ണയാണ്. പെട്ടെന്ന് ഇളകി വരും ദോശക്കല്ലിൽ നിന്ന്. ആ ഒരു പ്രയോഗം ഒന്ന് പ്രയോഗിച്ച് നോക്കുക. ഒന്നായിട്ടില്ല. നിങ്ങൾ ഗ്യാസിലേക്കല്ലേ വയ്ക്കുന്നത്, ഞങ്ങൾ അടുപ്പിൽ വയ്ക്കുന്നത് കൊണ്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അങ്ങനെ വെച്ച് ഞങ്ങൾക്ക് സ്ഥിരം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത് തന്നെയാണ് ഇഷ്ടം. കണ്ട, ഇത്രയും പച്ച മാവാണ്. കണ്ട, ഇളകുന്നത് കണ്ട. കണ്ട, അതാണ് അതിൻ്റെ വലിയൊരു സത്യം. നല്ലെണ്ണയുടെ പ്രയോഗം നല്ലതാണ്. നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കണ്ട, ഇത്രയും പെട്ടെന്ന് ആയില്ലേ ഇത്. ഇനി ഒന്ന് മറിച്ചിടുന്ന കൂടെ ഒന്ന് കാട്ടിത്തരാമേ. എന്തായാലും നല്ലെണ്ണ തേച്ച് ദോശ ചുട്ട് നോക്കുക. ഉറപ്പായും ഇതുപോലെ തന്നെ പെട്ടെന്ന് ദോശക്കല്ലിൽ നിന്ന് ദോശ എടുക്കാവുന്നതാണ്. നേരത്തേക്ക് ഞാൻ പട്ടി കടിച്ച് മുറിച്ചതുപോലെയാണല്ലോ ദോശ ചുട്ട് കാണിച്ചത്. അത് നല്ലെണ്ണയിൽ അല്ല, സൺഫ്ലവർ, വെളിച്ചെണ്ണ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് നമുക്ക് ഒരുപാട് വേണ്ടി വരും. ഇത് കുറച്ച് മതി. നല്ലെണ്ണയാകുമ്പോൾ നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇതിപ്പം അടുപ്പിൽ തീ കുറഞ്ഞു പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനേക്കാളും പെട്ടെന്ന് നല്ലെണ്ണയിൽ ദോശ ചുട്ടെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ? അധിക നേരമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ദോശക്കല്ലിന് ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാവും. നല്ലെണ്ണയിൽ ഉള്ള പ്രയോഗമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം അത് സത്യമാണോ ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഉറപ്പായിട്ട് എന്തായാലും കമൻ്റ് ഇടുക. കണ്ട, ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.